അക്ഷയ് സർ, എനിക്ക് വളരെ പ്രണയം തോന്നുന്നൊരു പാട്ടാണ് ഈ പിന്നെയും പിന്നെയും. സച്ച് എ സോഫ്റ്റ് സോങ്. മോൻ പാടി നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. കുറെ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഈ പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ അക്ഷരങ്ങൾ പറയുമ്പം അത് നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കണം. എന്നാൽ അതിനൊരു സോഫ്റ്റ്നെസ് വേണം. അതൊന്ന്. പിന്നെ പദനിസ്വനം അതെങ്ങനെയാണ്? പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്നു മൃദുമന്ത്രണം. അയ്യോ, ഊതുന്ന ഓതുന്ന ഊതുന്ന പദനിസ്വ ആ സംഗതി കറക്റ്റായിട്ട് പഠിക്കും. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുവൂതുന്ന മൃദുമന്ത്രണം. അതില്ലേ ഒരു കുനിപ്പൂടുണ്ട് സംഗതി ഇല്ല ഇവിടെ, അത്രയും സംഗതി ഇല്ല കേട്ടോ. പിന്നെ പുലർനില ചില്ലയിൽ പൂവിതൽ തുള്ളികൾ അവിടെ ശ്രുതി കംപ്ലീറ്റ് പോയി. അതായത് ഒരു സെമിടോൺ താഴെയായിരുന്നു, പെയ്തതാവാം. അത് കഴിഞ്ഞ് വന്ന് കൈവിരൽ ചേർത്തതാവാം, ഒരുവിധം ചേർന്നു, ഒരുവിധം ചേർന്നു. പിന്നെ പ്രണയമാം അതിന്റെ സംഗതി എങ്ങനെയാണ്? മിഴികളിൽ കുറുകുന്ന പ്രണയമാം പ്രാവിന്റെ പ്രണയമാം പ്രാവിന്റെ പ്രണയമാം പ്രാവിന്റെ ചിറകുകൾ സോറി ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തെളിഞ്ഞതാവാം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ചരണത്തില് ആ സ്വരം പാടുന്നില്ലേ, ഇത് ഈ പാട്ടിന്റെ ബ്യൂട്ടി മുഴുവൻ ആ സ്വരം വന്നപ്പോ പോയി. കാരണം ഇരട്ടിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് അല്ലേ? പുലർനില ചില്ലയിൽ അത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും വലിയ ഇത് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ച് നോട്ട്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് പാടി നോക്കി. ആരെങ്കിലും അടിക്കും? പാട്. സോ ഇല്ലേ അടുത്ത പാടുമ്പോ പഗ പഗ എന്ന് വരുമ്പോ പോയി പഗ പഗ പഗരി സാരി പഗ പഗ പഗരി സാരി പഗ പഗ പഗരി സാരി ദ മാമ പദ പ. ഓക്കെ, അടുത്ത് ഗഗ പദ ഗഗ പദ സാരി ദ പഗ സ ഗരി സാരി ദ ഗരി പാപ പദ പ മ രി സ രി ഗരി രി ഗരി സ സനി ദ പ. അളവെന്താ അങ്ങനെ പോണ കൂട്ടാ? തന്നനാനേ അതല്ലേ? സ സ നാനാനെ തന്നനാനേ സ സ സനി ദ പ. അല്ല, നേരത്തെ തീർന്നു പോയി മോൻ പാടിയത്. അതെ. അപ്പൊ കുറച്ച് ഇരട്ടിക്കുകയും ചെയ്യുന്നു, കുറച്ച് സ്ഥലങ്ങൾ വിട്ടും പോയിട്ടുണ്ട്. പിന്നെ പിന്നെയും അവരോ കിനാവിന്റെ പാടി അവിടെ ആരോ പിന്നെയും അവരോ കിനാവിന്റെ പാടത്ത അറിയാതെ വന്നാണ് അപ്പ എന്ന് വന്നിട്ട് ഒരു പെട്ടെന്നങ്ങ് വീണിടം കൊണ്ട് വിദ്യയാക്കി. കുഴപ്പമില്ല, ടോട്ടലി നന്നായിരുന്നു കേട്ടോ. പക്ഷെ ഈ പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും എക്സ്പെക്ടേഷൻസ് ഹൈ ആവും. കാരണം അക്ഷയ് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ പാടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നന്നായിട്ട് പാടി. ബട്ട് ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ നന്നായിട്ട് പാടാം. ഗുഡ് ലക്ക്. താങ്ക് യു സർ. അല്ല, എനിക്ക് പ്രധാനമായിട്ട് ചില ഏരിയ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ പഠിച്ചത് കറക്റ്റാണോ എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ ഈ പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ രണ്ടാമത്തെ പിന്നെയും ഒന്ന് പാടിക്കേ. പിന്നെയും അതിപ്പോ ആ ഒരു ബെൻഡുണ്ട്. നീ ഇപ്പൊ ചേർത്ത് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ കൊണ്ട് കട്ട് ചെയ്തപ്പോ അവിടെ പിന്നെ അവിടെ അങ്ങ് വിട്ടു. നീ പിന്നെയും
ആരോ എന്ന് പാടിയ ഒരു സുഖവുമില്ല. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ബെൻഡ് ചെയ്തിട്ട് ശ്വാസമെങ്കിലും എടുക്കണം. അങ്ങനെ ഒന്ന് ആക്കിയിട്ട് ശ്വാസം എടുത്ത് പാടാമോ? പിന്നെയും പിന്നെയും ആരോ ഗുഡ് 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 വെരി ഗുഡ്. പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഇപ്പൊ ടെക്നിക്ക് വേണ്ടിയിട്ട് പിന്നെ മൃദു മന്ത്രണം മക്കളെ അത് ശരിയാക്കിയേ പറ്റത്തുള്ളൂ കേട്ടോ. അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അണ്ണൻ പാടിച്ചല്ലോ, അപ്പൊ അതൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ നമ്മൾ ശ്രുതിയുടെ കാര്യം, നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുപ്പക്കാരല്ലേ, ഈ സമയത്തൊക്കെ പിടിച്ചാൽ അങ്ങനെ നിൽക്കണോടാ. അവിടെ ഒന്ന് ഇറങ്ങിയോ ഒന്ന് കൂടി ഒന്നും ചെയ്യരുത്. അതൊക്കെ പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ഇപ്പൊ നമ്മളത് കൃത്യമായിട്ട് പാടണം കേട്ടോ. പിന്നെ ഈ ആരോന്ന് എങ്ങനെയാ പാടുന്ന? ആരോ 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 ആ നീ അതിന്റെ ആ അവസാനത്തെ എൻ്റെ അത്രയ്ക്കൊരു ബഹളം വേണ്ടാടാ. നീ ആരോ ആരാ മൂന്ന് ആരെയും പഠിക്കോ? മൂന്ന് തൊട്ട് ആരോ ഇടാ. ആരോ 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 എവിടെങ്കിലും കൊണ്ടോ? ഹൃദയത്തിൽ. അണ്ണാച്ചി, ഈ സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ട്യൂണിട്ട് കൊടുത്താലും അതിന്റെ വരി ആത്മാവ് വന്നത് ഗിരീഷ്. എല്ലാം പായാണ്. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണു. അതോടെയും പിന്നെയും പിന്നെയും ആരോ ആരോ. എത്ര മനോഹരമായിട്ട്. അത് ചുമ്മാതെ പാ കൊണ്ട് എഴുതി വെച്ചേക്കല്ല. നമ്മൾ എഴുതിയ പാന്ന് എഴുതാൻ അതിന്റെ കൂടെ തലയാണെന്ന് കൂടെ എഴുതണം. അതല്ല അണ്ണാച്ചി, ഒരു 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 അത് വേറൊരു ജന്മമാണ്. അയ്യോ ഗിരീഷ് അണ്ണാച്ചി, പറയാതിരിക്കാൻ വയ്യ. ആ പാട്ടിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വരികളാണ് സത്യം. ഇതൊക്കെ നമ്മൾ ഓർക്കുന്നത് ചൂണും ആ വരിയും കൂടെ അങ്ങോട്ട് എല്ലാവുമ്പോഴാണ് അതൊരു ഉദാത്തമായ സൃഷ്ടിയായിട്ട് മാറുന്നത്. അപ്പൊ ചക്ര, എനിക്ക് വേറെ ഡൗട്ടും കൂടെ ഉണ്ട്. സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ ചെറിയ നിഷാദം കാണിക്കുന്നു എന്നുള്ളതാണ്. നീ ഇപ്പൊ ഈ സ്വരം പാടിയപ്പോൾ അതിന്റെ ഒരു ലാഞ്ചന പോലും അവിടെ അങ്ങ് കണ്ടില്ല. വൈ വൈ ആ ആ ആ അതിനകത്ത് എവിടെ ആ സെവന്ത് കോഡ്? ആ നോട്ടിനൊരു പ്രാധാന്യം കൊടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കാണിക്കാതെ നീ ചുമ്മാ അങ്ങ് ഒഴുക്കി പാടിയാല് നീ കാണിക്ക. അല്ലെങ്കിൽ പാട് എന്നാലും മതി. അത് പറയുമ്പോ ആ നിഷാദം കാണത്തില്ലടാ. അവിടെ നിർത്തി, അങ്ങനെ നിർത്തി പാടിയാലേ അത് കേക്കത്തുള്ളൂ. ആ പാടൂ. ഗഗദ പദ ഗഗ ഗപദ ഗപദ നീദ പഗ ഗപദനി ഗപദനീദ പഗ. മതി മതി. കാര്യം അദ്ദേഹം ആ കോഡ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിട്ടാ. ചക്കര ഇതൊക്കെ ഉള്ളു കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയായിക്കൊള്ളണം നിങ്ങൾ. അതുകൊണ്ടേ പറയുന്നത് കേട്ടോ. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾ നന്നാവാൻ വേണ്ടിട്ടാ. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ.